ബോംബെ ഇനി എവിടേക്ക് പോണ? ഇനി വാഴക്കുളം പോയിട്ട് പൈനാപ്പിൾ കയറ്റിട്ട് അഹമ്മദാബാദോ ജയ്പൂരോ അങ്ങോട്ട് പോകും. അതെ, ശരി ശരി. നമ്മുടെ മറ്റേ സുഹൃത്ത് അടിയൻ കഴിയാൻ വണ്ടിയിൽ ഉണ്ട്. എന്തോ സാധനം എന്താ ബാക്കി വേണ്ടെന്ന് നോക്കണ്ടിട്ട് പോയതാ. അതല്ലേ. ഇപ്പൊ ആളുടെ വീട് കണ്ണൂര്. നിങ്ങളാ? ഞാനും കണ്ണൂര്. എന്റെ സ്വന്തം നാട് കൊല്ലരും, പക്ഷെ കണ്ണൂരാണ് ഇപ്പൊ താമസം. കുറെ ജനിച്ചതെല്ലാടെയാണ്. എന്താണ് ഇവിടെ വരാനൊക്കെ ശരിക്കും വീടുള്ള കാരണം വീടുള്ള നമ്മളെ ഡ്രൈവർമാർ തേച്ചു വീടുള്ള എല്ലാവരും ഒരിക്കലും സാധനം ഇവിടെ ഫ്രഷ് സാധനം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് പോകും. എന്നുവെച്ചാൽ ഇവിടെ സെൻട്രൽ വെയർ ഹൗസ് ഉണ്ടല്ലോ അവിടെ. അപ്പൊ അവിടെ ഈ എല്ലാ നാട്ടിലുള്ള വണ്ടിക്കാര് വരും, ഡ്രൈവർമാര്. അപ്പൊ അവര് വാങ്ങിച്ചു പോകും. അവര് എല്ലാ സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും അവര് പോകുമല്ലോ. അപ്പൊ ഇവിടെ നിന്ന് നമ്മള് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നല്ല സാധനം കൊടുക്കും. അത് കൊടുത്ത് അവരിങ്ങനെ പറഞ്ഞു അതെ അതെ. അതുകൊണ്ട് നമ്മള് ഇതാ വരുമ്പോ ഇതാ നമ്മള് വാഴക്കുളത്തേക്ക് പോകുന്ന അതുകൊണ്ടല്ലേ ഇവിടെ നിർത്തിയ ടൈം ആയിട്ട് സമയത്ത് ഇപ്പൊ മണി 8:25. നമ്മള് ഓടി എത്തുമെന്നുള്ള സംശയം. ബ്ലോക്ക് ന്യൂ ഇയർ ആയതുകൊണ്ട് ഓടി എത്തുമെന്നുള്ള സംശയം. പെരുമ്പിലാവിലെ ഒന്നല്ലേ വിളിച്ചത്? അങ്ങനെയാണ് ഞാനേ പെരുമ്പിലാവിലെ നിങ്ങൾ വിളിച്ചപ്പോഴേ ഞാൻ സമയം നോക്കിയപ്പോ ഗൂഗിൾ മാപ്പില് അടിച്ചു നോക്കി. അപ്പൊ ഒരു മണിക്കൂറും 10 മിനിറ്റ് പിടിക്കുന്ന മനസ്സിലായി അവിടുന്ന് വണ്ടി എത്താൻ. ഞാൻ പറഞ്ഞ എന്തായാലും ഞങ്ങള് അടക്കില്ല എന്ന് പറയാൻ കാരണം അതുകൊണ്ടാ പറഞ്ഞു ഇവിടെ വന്നേ. ഇല്ല രാവിലെ വരെ ഞാൻ രാവിലെ എത്തിന്ന് പറഞ്ഞപ്പോ എനിക്ക് ഈ സ്ഥലത്തിന്റെ നമ്മൾ അടയ്ക്കുന്ന സമയം ഉണ്ടല്ലോ, 8:45 കഴിഞ്ഞ് അടയ്ക്കും. അപ്പൊ ആ സമയത്തിന് നിങ്ങൾ വരുമോ വരില്ല എന്നൊരു ഡൗട്ടായി. അതുകൊണ്ട് നേരത്തെ മുന്നോട്ട് വിളിച്ചു പറഞ്ഞു. എന്തായാലും വളരെ വളരെ സന്തോഷം. ഓക്കെ, എന്നാ ശരിയാ. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഇനി എല്ലാ കാലഘട്ടത്തിലും തൃശ്ശൂർ ഒരു മാസം തന്നെ ഇവിടെ വന്നിട്ട് പോകും. തീർച്ചയായിട്ടും വളരെ സന്തോഷം. മറ്റേ സുഹൃത്തിനെ ഒന്ന് ആളെയും കൂടി ആളും കൂടി വരും. ഇനി വരില്ല, വണ്ടി കൂടി വന്നെടുത്തത്. എവിടെ വണ്ടി? ഇരുന്നെടുത്ത് ഓക്കെ. അപ്പൊ എവിടുന്ന് വരണപ്പോ? അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. ഇനി അടുത്ത വരവില് കാണാം കേട്ടാ. ഇനിയിപ്പോ ഇന്നിപ്പോ എവിടേക്ക് പോണേ? മൂവാറ്റുപുഴ. അതെ, അവിടെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പൊ അടുത്ത വരവില് കാണാം. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. എന്തായാലും നിങ്ങളെ പോലെയുള്ള ഒരു കാലകാലങ്ങൾ വരുന്നതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. കാരണം നിങ്ങളൊരാൾ വരുമ്പോ നിങ്ങളെ ടീം എല്ലാവരും ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ഞാനിപ്പോ 2-3 വണ്ടിക്കാരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ബിരിയാണി കട ഇവിടെ തന്നെ സാധനം മേടിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഈ സംഭവത്തിൽ വണ്ടി വെക്കാൻ ഒരു സൗകര്യമില്ല. അതാണ് ഞങ്ങൾക്ക് വരുന്ന ചെറിയ ബുദ്ധിമുട്ട്. ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. രാത്രി സമയത്തൊക്കെയാണ് പ്രശ്നമില്ല. പകലൊന്നും വണ്ടി വെക്കാൻ അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതേ ഉള്ളൂ, റോഡ് സൈഡായതുകൊണ്ട്. അപ്പൊ കേട്ടാ, ആയിക്കോട്ടെ. ഹാപ്പി ന്യൂ ഇയർ. ശരി.